ഇപ്പൊ നമുക്കറിയാം ഇറാനിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള മതനിയമം എത്രത്തോളം ക്രൂരമാണ് എന്നുള്ളതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിനെതിരെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ നൃത്തം ചെയ്യുന്ന ആ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതം തന്നെയാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ തീവ്രവാദ ചിന്താഗതിയുള്ള, കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തീവ്രവാദ ചിന്താഗതിയുള്ള ഈ ഇസ്ലാമിസ്റ്റുകളൊക്കെ ഇസ്രായേലിനെതിരെ കുറ്റം പറയുമെങ്കിലും, അതല്ലെങ്കിൽ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും ഇറാനിലുള്ള ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കൃഷിയിടമായി കാണുക, അതല്ലെങ്കിൽ സ്ത്രീകൾ വെറും ഭോഗവസ്തുവാണ് എന്ന രീതിയിൽ മാത്രം കാണുന്ന ഒരു ഭരണവർഗം, തീവ്ര മതവാദികൾ ഭരിക്കുന്ന ഒരു ഭരണം, ആ ഭരണത്തിനെതിരെ ലോകം ഒന്നിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നി. അവിടുത്തെ തെരുവുകളിൽ സ്ത്രീകൾ ആടിയും പാടിയും നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം. കാരണം അവിടുത്തെ തീവ്രവാദ ഭരണത്തിനെതിരെ അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എത്രത്തോളം അസംതൃപ്തി ഉള്ളവരാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം അഴിച്ചു വിടുമ്പോൾ തെരുവുകളിൽ കിടന്ന് നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ ആടിയും പാടിയും വളരെ സന്തോഷകരമായിട്ട് നൃത്തം ചെയ്യുന്ന വീഡിയോസ് ഞാനിപ്പോ എന്റെ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നാഷണൽ ചാനലുകൾ വന്ന ഒരു വീഡിയോ ആണ് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ഭീകരവാദം ഇല്ലാതായി കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഒരു ഭോഗവസ്തുക്കളായിട്ട് മാത്രം അവരെ കാണുന്ന മതഭ്രാന്തന്മാര് ഭരിക്കുന്ന ഇറാനിൽ നിന്ന് അവർക്ക് ഇനി സ്വാതന്ത്ര്യത്തിന്റെ കാലമാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇസ്രയേല് ഇറാന് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ടാണല്ലോ ഈ യുദ്ധം ചെയ്യുന്നതെന്ന് പോലും. കാരണം അവിടുത്തെ സാധാരണ സിവിലിയൻസിന്റെ പല ആൾക്കാരും ഇസ്രയേലിലെ പല സിവിലിയൻസുമായിട്ട് കോണ്ടാക്ട് ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ ഈ റീജിയനിൽ നിൽക്കുന്ന പല ആൾക്കാരുമായിട്ട് നമുക്കും കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവർ പറയാറുണ്ട് ഇറാനിലുള്ള നമ്മുടെ സൗഹൃദങ്ങളുണ്ട്, കുറെ സുഹൃത്ത് ബന്ധങ്ങളുണ്ട് നമുക്ക്. അവരൊക്കെ പറയുന്നത് എന്നാണ് ഇസ്രയേല് ഇറാന് നേരെ ഒരു ആക്രമണം അഴിച്ചു വിടുന്നത്, അതും കാത്തിരിക്കുന്നതാണ്, അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അങ്ങനെ ഒരു ഇത് വന്ന് ഈ ഖമേനിയെ പോലുള്ള തീവ്രവാദ മനോഭാവമുള്ള രാഷ്ട്ര നേതാക്കൾ ഈ രാഷ്ട്രത്തിൽ നിന്ന് പോയാൽ മാത്രമേ ഇറാൻ ജനത ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, അവിടുത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടത്തുള്ളൂ. അവിടെ പുരുഷന്മാര് മാത്രമാണ് എല്ലാം തികഞ്ഞവർ, സ്ത്രീകൾ എല്ലാവരും വളരെ അസഹിഷ്ണുതയോടെ അസംതൃപ്തിയിൽ കഴിയുന്ന ആൾക്കാരാണ്. ഈ തീവ്രവാദി രാഷ്ട്ര നേതാവ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വരും കാലങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിനെ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ യുദ്ധമായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷം കൊണ്ടാണ് അവർ തെരുവുകളിൽ അടിയും പാടി നൃത്തം ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറാന്റെ പ്രധാനപ്പെട്ട നേതാവ്, കമാൻഡോ ഓഫീസർ, ആളുടെ പേര് അമീർ ഹത്താമി എന്നാണ്. ആളെ ഇസ്രയേലിന്റെ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മരണ വാർത്ത അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആടിയും പാടിയും അത് സന്തോഷത്തോടെ എതിരേൽക്കുക. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു കമാൻഡർ, അവരെ സംബന്ധിച്ച് പറയണ കമാൻഡർ ഓഫീസർ മരണപ്പെട്ട് കഴിയുമ്പോൾ ആ മരണത്തിൽ ആടിയും പാടിയും നൃത്തം ചെയ്യുന്ന ഒരു ജനത, അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ അവർ എത്രത്തോളം ഭീകരവാദികളായിട്ടുള്ള ആൾക്കാരെ എത്രത്തോളം ഇവരെ ദ്രോഹിക്കുന്നുണ്ട്, സാധാരണ ജനങ്ങളിൽ എത്രത്തോളം അവരുടെ ഭീകരവാദം അടിച്ചമർത്തി ഏൽപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇവരുടെ ഇപ്പോഴത്തെ സന്തോഷം കാണുമ്പോൾ മനസ്സിലാവും. ഒരു കമാൻഡോ ഓഫീസർ മരിച്ച, ഒരു സിവിലിയൻ മരിച്ചാൽ പോലും, നമ്മുടെ രാജ്യത്തിന്റെ ഒരു സിവിലിയൻ മരിച്ചാൽ പോലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാൻ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അയ്യോ മരിച്ചില്ല, ആ ഒരു വിഷമമാണ്. ഇത് അവിടുത്തെ ഒരു കമാൻഡോ ഓഫീസർ മരിച്ചപ്പോഴത്തേന് ആൾക്കാർ ആരവമായി പിന്നെ പുഷ്പവൃഷ്ടി നടത്തുന്നു, ഇസ്രയേലിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നു, തെരുവുകളിൽ നൃത്തം ചെയ്യുന്നു. തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന പോലെ സാധാരണ ഇറാനിയൻ പൗരന്മാർ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഇസ്രയേലിന് ഇറാന് നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. തീവ്രവാദത്തെ തീർച്ചയായിട്ടും തച്ചുടയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.